ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീൽ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ചൂടുകാലത്ത് നമുക്ക് തണുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡ്രിങ്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 2 ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആപ്പിളിന്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പൊ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് കാച്ചിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. കുറച്ച് പാൽ ഒഴിച്ച് അടിച്ചതിന് ശേഷം ബാക്കി പാല് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നമ്മുടെ ഡ്രിങ്കിനെ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് പിസ്ത മിൽക്ക് മിക്സ് ആണ്. അപ്പൊ ഇതൊരു 5 ഡ്രോപ്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു വെറൈറ്റി ഫ്ലേവറും കളറും കിട്ടും. ഇനിയിപ്പോ നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ജ്യൂസ് ഇവിടെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പൊ ആപ്പിൾ ഉപയോഗിച്ചുള്ള ഈ വെറൈറ്റി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ചൂടുകാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി കുറച്ച് ആപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഈ ഡ്രിങ്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ ഞെട്ടിപ്പിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ് ഇത്. അതുപോലെ നമ്മുടെ വീട്ടിൽ പാർട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡ്രിങ്ക് ആണിത്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ആപ്പിൾ കഴിക്കാനൊക്കെ ഒത്തിരി മടിയാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും കുടിക്കും. അപ്പോൾ ആപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള പിസ്ത ഫ്ലേവറിലുള്ള ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്